എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളൊരു മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പോളോ TS അതിൻ്റെ വാട്ടർ പമ്പ് ചേഞ്ച് ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വാട്ടർ പമ്പ് ലീക്കായിട്ട് അതിൻ്റെ എൽബോ, അതായത് തെർമോസ്റ്റാറ്റ് എൽബോയും കാര്യങ്ങളൊക്കെ ഒന്നിച്ചുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. വാട്ടർ പമ്പ് ലീക്കായിട്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ വാട്ടർ പമ്പ് കേട്ടോ. ഈ വാട്ടർ പമ്പ് അഴിച്ച് പഴയ വാട്ടർ പമ്പാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാനുള്ള വീഡിയോ എന്ന് വെച്ചാൽ ഈ വാട്ടർ പമ്പ് അഴിച്ചു നോക്കാം. അതായത് ഇതിനകത്ത് എന്താണെന്ന് നോക്കാം. ഇതാണ് ഇതിൻ്റെ വാട്ടർ പമ്പ്. ഇതിന് തെർമോസ്റ്റാറ്റ് എൽബോയും കാര്യങ്ങൾ വരുന്നത് ഒന്നിച്ചാണ്. സാധാരണ വാട്ടർ പമ്പ് വരുന്ന ടൈമിംഗ് സൈഡിലാണ്, പക്ഷേ ഇത് എല്ലാം കൂടി ഒരൊറ്റ അസംബ്ലി ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്കിത് അഴിച്ചു നോക്കിയിട്ട് ഇതിനകത്ത് എന്താണെന്ന് നോക്കാം. അപ്പോൾ വാട്ടർ പമ്പ് ചേഞ്ച് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഞാൻ ലാസ്റ്റ് എൻ്റെ സ്ക്രീനിൽ അതിനകത്ത് വെച്ചേക്കണം. അപ്പോൾ ഈ വീഡിയോ കഴിയുമ്പോൾ ലാസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോയിലേക്ക് കയറി പോകാം. അപ്പോൾ നമുക്ക് ഇന്നിത് അഴിച്ച് നോക്കാം. ഇത് രണ്ട് പീസാണ് കേട്ടോ. ഇതിൻ്റെ ലീക്ക് വന്നിട്ടുള്ളത് ഈ ഭാഗത്ത് കൂടെ ലീക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് അഴിച്ച് നോക്കാം. അതാണ് വാട്ടർ പമ്പിൻ്റെ പുള്ളി. ഇത് ഇപ്പുറത്തെ ഇമ്പല്ലറും കാര്യങ്ങളുണ്ടായിരിക്കും. ഇതിന് ഡ്രൈവ് കൊടുക്കണം. ഇത് ഡ്രൈവ് നേരെ ക്യാം ഷാഫ്റ്റിൻ്റെ പുള്ളിലേക്ക് ബെൽറ്റ് വഴിയാണ് ഡ്രൈവ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാനത് ബോൾട്ടും കാര്യങ്ങളും അഴിച്ച് വെച്ചിട്ടുണ്ട്. അതിനെ ലൂസാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ബോൾട്ടുകൾ അഴിച്ചിട്ട് നമുക്ക് പൊട്ടിച്ച് നോക്കാം ഇതിനകത്ത് എന്താണുള്ളതെന്ന്. ഒരു 4-5 ബോൾട്ട് ഉണ്ട് കേട്ടോ. ബോൾട്ടുള്ള ഫ്ലവറിൻ്റെ സ്ക്രൂ പോലത്തെ ആണ്. ഇത് ഇത്രയും സിമ്പിളായിട്ടല്ല കേട്ടോ. ഞാൻ അത് അഴിച്ച് വെച്ചതുകൊണ്ടാണ് ഇത്രയും സിമ്പിളായിട്ട് അഴിക്കാൻ പറ്റുന്നത്. ഓക്കെ, എല്ലാ ബോട്ടും അഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കേട്ടോ, എല്ലാ ബോട്ടും അഴിച്ചിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഓപ്പൺ ചെയ്യാതെ ഈ പ്ലാസ്റ്റിക് വേറെ ആയിട്ട് വരും, ഈ മെറ്റൽ വേറെ ആയിട്ടും വരും കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ അകത്തുള്ള വരുന്നത്. ഇതിന് ഒരു തെർമോസ്റ്റാറ്റ് വാൽവാണ് ഈ കാണുന്നത്. ഇതാണ് ഇതിൻ്റെ വാട്ടർ പമ്പിൻ്റെ ഇമ്പല്ലർ കേട്ടോ. ഇത് വാട്ടർ പമ്പ് ഇവിടുന്ന് വർക്ക് ചെയ്യുന്നതനുസരിച്ച് ഇത് വെള്ളം ഇങ്ങനെ തള്ളി ഇതുവഴി ഇങ്ങനെ വിട്ടു കേട്ടോ. ഇതൊരു തെർമോസ്റ്റാറ്റിൻ്റെ വാൽവ്, പിന്നെ ഒരു വാൽവും കൂടി ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. ഇതാ ഇവിടെ ആയിട്ട് ഒരു വാൽവും കൂടി വരുന്നുണ്ട്. എത്ര ഉള്ളൂ ഇതിനകത്ത്? കുറേ പാസേജിങ് മാത്രമാണ് ഇത് വരുന്നത്. 2 തെർമോസ്റ്റാറ്റ് വാൽവ് കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത്. ഇത് ഹീറ്ററിലേക്ക് പോകുന്ന ഹോസുകളാണ്. നമ്മളെ ചൂട് കാറ്റ് കിട്ടാണല്ലോ, ആ ഹീറ്ററിലേക്ക് പോകുന്ന ഹോസാണ്. ഇത് റേഡിയേറ്ററിലേക്ക് പോകുന്ന 2 ഹോസുകൾ, ഇന്നും ഔട്ടും. പിന്നെ അതിന്ന് ഇതുവഴി നമ്മളെ എഞ്ചിൻ്റെ ബ്ലോക്കിലേക്ക് പോകുന്നുണ്ട്. അവിടെ നിന്ന് റിട്ടേൺ വരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വേറെ കാര്യമായിട്ടും കാര്യങ്ങളില്ല. ഒരു ഇമ്പല്ലറുണ്ട്, ഒരു തെർമോസ്റ്റാറ്റ് വാൽവുണ്ട്. ഇതിനകത്ത് ഒരു തെർമോസ്റ്റാറ്റ് വാൽവുണ്ട്. ഇത്രേ ഉള്ളൂ ഇതിനകത്ത് വരുന്നത് കേട്ടോ. സാധാ വാട്ടർ പമ്പ് പറഞ്ഞാൽ ജസ്റ്റ് ഇത്രേ ഉണ്ടാവുള്ളൂ. സാധാ വാട്ടർ പമ്പ് പറഞ്ഞാൽ ഈ ഒരു ഇത്രയും പോർഷൻ ഉണ്ടായിരിക്കും. പക്ഷേ ഇതിനകത്ത് തെർമോസ്റ്റാറ്റിൻ്റെ അസംബ്ലി ഫുള്ളാണ്, ആ ഒരു സിസ്റ്റം ഫുള്ള് ഇതിനകത്ത് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും പാർട്സും കാര്യങ്ങളും ഇതിനകത്ത് വരുന്നത്. മറ്റേത് ഇത്രയൊന്നും ഉണ്ടാവില്ല. ജസ്റ്റ് ഒരു തെർമോസ്റ്റാറ്റ് വാൽവും 2-3 ഹോളും കാര്യങ്ങളും ഉണ്ടായിരിക്കുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം സബ്സ്ക്രൈബ് ആക്കാതെ മറ്റേ വീഡിയോ ഉണ്ട്. നമുക്ക് വീണ്ടും കാണാം.